ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ല ഒരു ചോക്കോ ബിസ്ക്കറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ പുഡിങ്ങാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് അളവിലുള്ള പാൽ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിലാണ് പാൽ അളന്നെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് അളവിൽ കോൺഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ കോൺഫ്ലോർ അളന്നെടുത്തിട്ടുള്ള സെയിം കപ്പിൽ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് പൗഡർ വെച്ചിട്ടും ഈ ഒരു പുഡിങ് ഇതേപോലെ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനൊരു 1/2 കപ്പ് അളവിലുള്ള പഞ്ചസാരയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഈ പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പുഡിങ്ങിന് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ മിൽക്ക് മെയ്ഡ് ഇല്ലാതെ നമ്മളിതാ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ അളവിലുള്ള പാൽപ്പൊടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് തന്നെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ സ്പൂണ് പാൽപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഒന്ന് കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് തന്നെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഒട്ടും തന്നെ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് ഗ്യാസിലേക്ക് മാറ്റിയിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഞാൻ നല്ല പോലെ തന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലെയിമിലേക്ക് വെക്കുന്ന സമയത്ത് തന്നെ ഒരു ഫോർക്കോ അല്ലാന്നുണ്ടെങ്കിൽ സ്പൂണോ വെച്ചിട്ട് നല്ല പോലെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിച്ച് പോകാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. പിന്നെ ഫ്ലെയിം നിങ്ങൾ മീഡിയം ഫ്ലെയിമിൽ പോലും വെക്കരുത്. നമ്മുടെ ആ ഒരു ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഒട്ടും തന്നെ പോവാതെ വേണം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു സോസ് നല്ല പോലെ തന്നെ തിക്കായിട്ട് എടുക്കാൻ. അപ്പം കണ്ടില്ല, ഒരു മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് ഇതിങ്ങനെ തിക്കായിട്ട് വരുന്നുണ്ട്. ഒരു സമയം കൂടി നമുക്കിതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു ചോക്ലേറ്റിൻ്റെ സോസ് ഇതാ ഈ ഒരു പരുവത്തിലേക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പം എന്താ ഒട്ടും തന്നെ കട്ടൊന്നും ഇല്ലാതെ നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് നല്ലൊരു ഗ്ലോസി ആയിട്ടുള്ള ഒരു സോസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാറാനായിട്ട് വെക്കാം. അപ്പോൾ ഫ്ലെയിമിൽ നിന്ന് മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഇന്ന് ചൂടാറുന്ന സമയത്ത് തന്നെ നല്ല പോലെ വീണ്ടും ഇത് തിക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാൻ എടുക്കുന്ന ഒരു ബൗളിലേക്ക് ഇതിന് പകുതിയാണ് ഞാനിപ്പോൾ മാറ്റുന്നത്. ബാക്കി പകുതി നമുക്ക് ഒരു പാനിൽ തന്നെ വെക്കാം. അപ്പോൾ ഒരുപാട് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി അങ്ങ് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഈ ഒരു ഇത്രയും നല്ലൊരു ഫ്ലോ ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ തന്നെ വേണം നമുക്ക് ആ ഒരു പുഡിങ് സെറ്റ് ചെയ്യാനുള്ള ബൗളിലേക്ക് ഇതിന്ന് ഒരു പകുതി മാറ്റാൻ. അതിനുശേഷം നല്ല പോലെ തന്നെ ഒന്ന് അങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ചോക്ലേറ്റ് സോസിൻ്റെ മേലെ ആയിട്ട് ഞാൻ കുറച്ച് മാരിഗോൾഡ് ബിസ്ക്കറ്റും കൂടെ ഒന്ന് ഒരു ലെയറിലായിട്ട് വെക്കുകയാണ്. അപ്പം നമുക്കിതിന് പകരമായിട്ട് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഏത് ഫ്ലേവറിലുള്ള ബിസ്ക്കറ്റ് എടുക്കാം. നമ്മൾ സോൾട്ട് കണ്ടൻറ്റ് കൂടുതലുള്ള ബിസ്ക്കറ്റ് എടുക്കാത്തതാണ് നല്ലത്. ഇതുപോലെ മാരി ബിസ്ക്കറ്റൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ട് അങ്ങനെ തന്നെ വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ചെറിയ പീസാക്കിയിട്ടാണ് ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇനി ഈ ഗ്യാപ്പിലൊക്കെ ഞാൻ ഈ ബിസ്ക്കറ്റിൻ്റെ തന്നെ പൊടി എന്തുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ലെയറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മേലേക്ക് കുറച്ച് പഴം ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കാം. ഞാനിവിടെ ഒരു പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള പഴം എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ പഴം കട്ട് ചെയ്തിട്ട് വെച്ചാലും മതിയാവും. ഞാനിവിടെ റൗണ്ടിലാണ് പഴം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മുടെ നേന്ത്രപ്പഴം എടുക്കാത്തതാണ് കേട്ടോ നല്ലത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പഴത്തിൽ കൂടുതൽ വേണ്ടി വരും. അങ്ങനെ ആകുമ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നെടുത്തപ്പോൾ എനിക്ക് കറക്റ്റ് അത് തന്നെ മതിയായിട്ടുണ്ട്.
ഇനി നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് അളവിലുള്ള വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ക്രീം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ക്രീമിൽ ഒരുപാട് മധുരം ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിലുള്ള പൊടിച്ച പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ക്രീം നല്ല പോലെ തന്നെ ഒന്ന് സ്റ്റിഫായി വരുന്നവരേക്കും നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റ് സോസ് ഉണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ചൂടൊക്കെ ആറിയിട്ട് നല്ല പോലെ തന്നെ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ ഒരു വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്ന സമയത്ത് കറക്റ്റ് നല്ല ഒരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വന്നോളും. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീമും ഈ ഒരു സോസും കൂടെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സോസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ ചൂടില്ലാതെ വേണം ചേർത്ത് കൊടുക്കാൻ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രീം പെട്ടെന്ന് തന്നെ ലൂസായിട്ട് പോവും. അപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ക്രീം ആയിട്ട് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ നമ്മുടെ പുഡിങ്ങിൻ്റെ ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പഴത്തിൻ്റെ മേലെയാണ് നമ്മൾ ഈ ഒരു ലെയർ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ക്രീമിൻ്റെ ലെയർ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പുഡിങ് നമുക്ക് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ബാക്കിയുള്ള മേരി ബിസ്ക്കറ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ട് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചെയ്യാവുന്നതാണ്. കുറച്ച് നട്ട്സൊക്കെ പൊടിച്ചിട്ട് മേലേക്ക് അങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രീസറിൽ 1 മണിക്കൂർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. 1 മണിക്കൂറൊക്കെ ഫ്രീസറിൽ വെക്കുമ്പോൾ തന്നെ നമ്മുടെ പുഡിങ് നന്നായിട്ട് തന്നെ ഒന്ന് സെറ്റായിട്ട് വന്നോളും. അതിനുശേഷം നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി പാർട്ടികളിലേക്ക് ഇതുപോലെ പുഡിങ് ഒന്ന് റെഡിയാക്കിയിട്ട് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. താങ്ക്